എന്തായാലും ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിട്ട് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എവിടേക്ക് പോയി എന്നതറിയില്ല. ആരുടെയൊക്കെ സഹായം ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ലഭിച്ചിട്ടുണ്ട് എന്നും അറിയില്ല. എന്തായാലും പുറത്തുനിന്നുള്ള സഹായം കിട്ടാതെ ഗോവിന്ദച്ചാമിയെ പോലെ ഒരാൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പോലീസ് വല വിരിച്ചിട്ടുണ്ട്. വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു. ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം തെരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങൾ നൽകും. സിജോ, എന്താണ് പുതിയ അപ്ഡേറ്റ്സ്? ഗോവിന്ദസ്വാമിയെ കണ്ടെത്താനുള്ള വ്യാപകമായ പരിശോധന നടക്കുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനും മറ്റ് ബസ് സ്റ്റാൻഡുകളെ കേന്ദ്രീകരിച്ച് പരിശോധനയുണ്ട്. അത് മാത്രമല്ല, ഇയാൾ മറ്റ് സ്ഥലങ്ങൾ, ഈ സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡൊക്കെ കേന്ദ്രീയ പരിശോധന ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ഇയാൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ജയിൽ ചാട്ടം സംബന്ധിച്ച് ഗുരുതരമായ വീഴ്ച ജയിൽ വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ആ വീഴ്ചയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 1.25 കൂടിയാണ് ഇയാൾ ജയിൽ ചാടുന്നത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം, ഏകദേശം 5 മണിക്ക് ശേഷമാണ് ജയിൽ ചാട്ടം അറിയുന്നത്. അത് അറിഞ്ഞപ്പോൾ പോലും 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ വിവരം പോലീസിന് കൈമാറുന്നത്. കാരണം ഒരാൾ അവിടുന്ന് ജയിൽ ചാടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും വേഗം അയാളെ കണ്ടെത്തുന്നതിന്, പുറത്തു പോയിട്ടുള്ള കണ്ടെത്തുന്നതിന് ഏറ്റവും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് പോലീസിനാണ്. ആ പോലീസിനെ അറിയിക്കുന്നത് ഏകദേശം 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്നാണ് വിവരമാവുന്നത്. അതായത് ഗുരുതരമായ വീഴ്ച ഇത് ജയിൽ വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.